ഹൈ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്കോറേഴ്സ് മെയിലേക്ക് സ്വാഗതം. ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ എടുക്കാം. ഇന്ത്യക്ക് വേണ്ടെങ്കിൽ എന്താ, കേരളത്തിന് വേണമെന്നും 7 മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ കായിക മന്ത്രി നമ്മളോട് പറഞ്ഞതാണ്. കാരണം അദ്ദേഹം പറഞ്ഞിരുന്നു 7 മാസങ്ങൾക്ക് മുമ്പ് ലോക ചാമ്പ്യന്മാരായ അല്ലെങ്കിൽ അർജന്റീന, ലയണൽ മെസ്സി നയിക്കുന്ന അർജന്റീന പടയെ കേരളത്തിൽ എത്തിക്കാനുള്ള എല്ലാ ഒരുക്കത്തിലാണ് ഞാനിന്ന്. അതിനുശേഷം അദ്ദേഹം ഇപ്പോഴാണ് മാധ്യമങ്ങളോട് പറയുന്നത്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: അർജന്റീനൻ ഫുട്ബോൾ ഫെഡറേഷനിലൂടെ 2 ഫ്രണ്ട്ലി മാച്ചുകൾ ലയണൽ മെസ്സി നയിക്കുന്ന അർജന്റീനൻ പട കേരളത്തിൽ വന്ന് 2 ഫ്രണ്ട്ലി മാച്ചുകൾ കളിക്കാൻ അഗ്രി ചെയ്തു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതിലൂടെ എന്താണ് മെച്ചമെന്ന് ചോദിച്ചാൽ വലിയ തരത്തിലുള്ള മെച്ചങ്ങളൊന്നുമില്ല, പക്ഷേ ഒരുപാട് ആരാധകർക്ക് ഇതിഹാസത്തെ കാണാൻ കഴിയുമെന്നതാണ് യാഥാർത്ഥ്യം. പക്ഷെ അത് മാത്രമല്ല, ഈ ഒരു വരവോടുകൂടി നടക്കാൻ പോകുന്നത് കേരളത്തിലെ കുട്ടികൾക്ക് അർജന്റീൻ അക്കാദമി തുടങ്ങാനുള്ള സാധ്യതകളും ഇതിലൂടെ കാണുന്നുണ്ട് എന്നാണ് വിയദ് റഹ്മാൻ മാധ്യമങ്ങളോട് പറഞ്ഞത്. ശരിക്കും ഈ ഒരു കാര്യം അറിഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. അദ്ദേഹത്തിൻ്റെ കായിക മന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹം കൊണ്ടുവരാൻ പോകുന്ന ഈ ഒരു പദ്ധതിയോട് ഒരുപാട് റെസ്പെക്റ്റ് ചെയ്യുന്നു. ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നു അദ്ദേഹം ഇത് കൊണ്ടുവരട്ടെ. അങ്ങനെയാണെങ്കിൽ ഇവിടെയുള്ള ഒരുപാട് കുട്ടികൾക്ക് അല്ലെങ്കിൽ വരും തലമുറക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് അദ്ദേഹം കൊണ്ടുവരാൻ പോകുന്നത്. അതുകൊണ്ട് വളരെ റെസ്പെക്റ്റോട് കൂടി ഞാൻ പറയുന്നു, ഈ ഒരു കാര്യം എത്രയും പെട്ടെന്ന് നടക്കട്ടെ എന്ന്. എന്തൊക്കെ പറഞ്ഞാലും 2025 അർജന്റീന 2 ഫ്രണ്ട്ലി മാച്ച് വന്ന് കേരളത്തിൽ കളിക്കുമെന്നുള്ളത് അഗ്രി ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു കാര്യം പറയുന്നതോടുകൂടി അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു, ഒരുപക്ഷെ 2024 ജൂലൈയിലായിരുന്നു ശരിക്കും അവർ വരേണ്ട ഒരു പീരീഡ് എന്ന് പറയുന്നത്. പക്ഷെ നമ്മുടെ സീസൺ മഴ മൂലമാണ് ആ ഒരു പീരീഡ് മാറ്റിവെച്ചത് എന്നാണ് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത്. പക്ഷെ അതൊരിക്കലും ഞാൻ അഗ്രി ചെയ്യുന്നില്ല. കാരണം 2024 ജൂലൈ എന്ന് പറയുന്നത് കോപ്പ അമേരിക്ക നടക്കുന്ന ഒരു ടൈറ്റ് ഷെഡ്യൂൾഡാണ് അർജന്റീനക്കുള്ളത്. ആ ഒരു സമയത്ത് അർജന്റീന ടീം വന്നിട്ട് അല്ലെങ്കിൽ ലയണൽ മെസ്സി നയിക്കുന്ന അർജന്റീനൻ പട വന്നിട്ട് ഇവിടെ 2 ഫ്രണ്ട്ലി മാച്ച് കളിക്കുമെന്ന് ഒരിക്കലും തോന്നുന്നില്ല. ആ ഒരു കാര്യത്തോട് ഞാൻ ഒരിക്കലും യോജിക്കുന്നില്ല. പക്ഷേ എങ്കിലും അദ്ദേഹം പറഞ്ഞു 2 മാച്ച് കളിക്കാമെന്ന്, ഫ്രണ്ട്ലി മാച്ച് കളിക്കാമെന്ന് അഗ്രി ചെയ്തിട്ടുണ്ട്. പക്ഷേ 2025 നടക്കാൻ പോകുന്നത്. ആ ഒരു പീരീഡിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് എന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. തീർച്ചയായിട്ടും അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ശരിയാണ്, ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. കാരണം എവിടെ കളിപ്പിക്കും എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അർജന്റീന ടീം വരാൻ പോകുന്നു, ലയണൽ മെസ്സിയുടെ പട വരാൻ പോവുകയാണ്. അങ്ങനെയാണെങ്കിൽ 2025 എവിടെ കളിപ്പിക്കും? കൊച്ചിയിലെ സ്റ്റേഡിയത്തിൻ്റെ സ്ഥിതി നമുക്കറിയാം. അതുപോലെ തന്നെ പിന്നെ പയ്യനാട്, നമ്മുടെ മലപ്പുറം മഞ്ചേരി സ്റ്റേഡിയത്തിൻ്റെ സ്ഥിതിയും നമുക്കറിയാം. ഈ ഒരു അർജന്റീന വലിയൊരു വേൾഡ് കപ്പ് ചാമ്പ്യന്മാർ വരുന്ന സമയത്ത് ഈ ഒരു സ്റ്റേഡിയത്തിൽ കളിപ്പിച്ചാൽ മതിയോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉയർന്നു വരുന്നുണ്ട്. കാരണം കപ്പാസിറ്റിയും വളരെ കുറവാണ്. അതിനും വിയദ് റഹ്മാൻ അല്ലെങ്കിൽ കായിക മന്ത്രി ഉത്തരം നൽകിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് എത്രയും പെട്ടെന്ന് മലപ്പുറത്ത് കളിക്കണമെന്ന് എനിക്ക് വലിയൊരു ആഗ്രഹമുണ്ട്. കാരണം കേരളത്തിലെ ഏറ്റവും ഫുട്ബോൾ ആരാധകരുള്ള സ്ഥലമെന്ന് പറയുന്നത് മലപ്പുറമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ പയ്യനാട് സ്റ്റേഡിയം അതിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരും. ഈ ഒരു വർഷം 1.5 വർഷത്തിനുള്ളിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരും എന്നുള്ളതും, അതുപോലെ തന്നെ ആ ഒരു സ്റ്റേഡിയത്തിൽ ഒരു ഫ്രണ്ട്ലി മാച്ച് നടക്കും. അതുപോലെ തന്നെ കൊച്ചിയിൽ മറ്റൊരു ഫ്രണ്ട്ലി മാച്ച് നടക്കുമെന്നാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ പറയുന്നത്. തീർച്ചയായിട്ടും നമുക്ക് കണ്ടറിയാം. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഈ ഒരു കാര്യം നടക്കുകയാണെങ്കിൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ അവസാനിപ്പിക്കുന്നു. ഈ ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നുള്ള കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ. ഇറ്റ്സ് മീ സ്കോറേഴ്സ് മാൻ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ബൈ. ഇറ്റ്സ് മീ സ്കോറേഴ്സ് മാൻ.